ഹായ് ഗെയ്സ്, ഞാനിവിടെ ലാപ്പിലൊരു ഭഗവതി സിനിമയാണ്. അപ്പോൾ ഇനി എനിക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം. പുറത്തോട്ട് ബ്ലോക്ക് അത് വെച്ചിട്ടാണ് പോലെയാണ് കേട്ടത്. അപ്പോൾ പുറത്ത് പോകാൻ റേഷൻ കടയിലൊക്കെ പർച്ചേസ് ചെയ്യാനും പിന്നെ വന്നിട്ട് മില്ലൊക്കെ പോകണം, റൈസ് മില്ലില്ലേ. അപ്പോൾ അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മാവ് അരി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിനൊന്ന് പൊടിക്കണം. റേഷൻ കടയിൽ പോകാൻ എടുക്കുകയാണ്. ഓക്കെ, ഇനി റേഷൻ കാർഡ് എടുക്കണം. റേഷൻ കാർഡൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. അപ്പോൾ ഇതിനകത്താണ് അരി മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എത്ര കിലോ അരി ഉണ്ടാകുമല്ലോ. ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റിംഗ് റേഷൻ കടയിലൊക്കെ. അപ്പോൾ ഗെയ്സ്, ഇവിടെ മോളെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ ഗെയ്സ്. അരി പൊടിക്കാൻ കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പച്ചരിയാണ് കേട്ടോ. ഇതിനകത്തിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി പുട്ടിന് പൊടിക്കാൻ കൊണ്ടുപോവാണ് ഞാൻ. വല്ലപ്പോഴേ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ മഴയൊക്കെ വരെയല്ലേ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം മഴയൊക്കെ വന്നാൽ പിന്നെ വെയിലത്തൊന്നും ഉണക്കാൻ പറ്റത്തില്ലല്ലോ. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതിൽ. അപ്പോൾ ഞാനത് ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് എന്തായിരുന്നു? എന്നിട്ട് ചോറുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, തക്കാളി കറി ഉണ്ടായിരുന്നു. അതൊക്കെ തീർന്നു കഴിഞ്ഞു. നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ചാളക്കറി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ, ചപ്പാത്തി. ഇതെനിക്കാണ് ചപ്പാത്തി. അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തി കഴിച്ചില്ല. നല്ല രുചിയുള്ള ഫുഡായതുകൊണ്ട് ഞാനന്ന് ചപ്പാത്തി കഴിച്ചില്ല. ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, നൈറ്റിൽ കഴിക്കും ഉണ്ടല്ലോ. ഇത് വീട്ടിലുണ്ടാക്കിയ ചപ്പാത്തിയാണ്, പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ. ഇതാ ഇവിടുത്തെ കിടന്ന് നല്ല വിളിക്കുക. ഇവനെ എടുത്ത് കാണിച്ചു തരാം. ഇവനാണ് താരം. ഇവനെ രാവിലെ നോക്കടാ എൻ്റെ ഗെയ്സുകൾ. ഹായ് എന്ന് പറയടാ. ഹായ് പറയടാ ഹായ് എന്ന്. ഹായ് നോക്കി അങ്ങോട്ട്. അയ്യോ. അപ്പോൾ ഈ ഉടുപ്പ് നേരത്തെ ചെറുതായിരുന്നു കേട്ടോ. അതായത് എൻ്റെ കാലിൽ ഇടിയൊക്കെ പോയി. അപ്പോൾ ഈ ഉടുപ്പ് നേരത്തെ ചെറുതായിരുന്നു, ഇപ്പം നേരത്തെ വലുതായിരുന്നു, ഇപ്പം ചെറുതായി. അയ്യോ, ഇവനെ കൊണ്ട് തോറ്റു. അപ്പോൾ ഞാൻ അരി പൊടിക്കാനും റേഷൻ കടയിൽ പോവുകയാണ്. ഓക്കെ, ഇച്ചിരി നടക്കുകയും വേണം. ഒരു ഓവർകോട്ട് കൂടെ എടുത്തിടും, കാരണം നല്ല പച്ചര ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഓവർകോട്ട് കൂടെ ഇട്ടാൽ ശരിയാവും. അപ്പം ഞാൻ റേഷൻ കാർഡൊക്കെ എടുക്കണം. എനിക്ക് റേഷൻ കാർഡിലൊക്കെ പേരുണ്ട് കേട്ടോ. പേരില്ലാത്ത കുട്ടിയൊന്നുമല്ല, റേഷൻ കാർഡിലൊക്കെ പേരുണ്ട്. കൂട്ടിയെടുത്ത കൈയല്ലേ, സോപ്പിട്ട് കഴിക്കളാം. റേഷൻ കാർഡിൽ നീ അന്വേഷിക്കണം. ഞാൻ എവിടെയും ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. നിനക്കിനി വൈകുന്നേരം എന്തെങ്കിലും തരാം കണ്ടാ. വൈകുന്നേരം ചോറ് തരാം. പൂക്കാം, അതിൽ പോയി ഇരുന്നോ. പോവില്ല. പോകുന്നില്ല. ഇവൻ ഭയങ്കര പ്രശ്നക്കാരൻ കേട്ടോ.
ഇറങ്ങണ വിളിയില്ലേ ഓടും പോയി. അവിടെ എങ്ങാനും കിടന്നേ വൈകുന്നേരം ചോറ് തരാം. അതാണ് നിൻ്റെ സ്റ്റേ. അവിടെ കിടന്നോ, വേണമെങ്കിൽ ആ വെള്ളം കൂടെ കുടിക്കാം. രാവിലെ മത്തിത്തലയും മത്തിയൊക്കെ കൊടുത്തു. അപ്പോൾ അവനിപ്പോൾ വിശപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ റേഷൻ കടയിൽ ഒരു ആൾക്ക് 4 കിലോ അരിയുണ്ടെന്നൊക്കെ പറയണേ. ചാവിയെടുത്ത് തുറക്കട്ടെ. ഇവിടെ എവിടെയുണ്ടാവും റേഷൻ കാർഡ്. കിട്ടി. പിങ്ക് കാർഡാണ് കേട്ടോ എനിക്ക്. നോക്കിയില്ലായിരുന്നു. ഇനി അരി വാങ്ങിക്കാനുള്ള കവറൊക്കെ സെറ്റപ്പ് ചെയ്യണ്ടേ. എവിടെയെങ്കിലുമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. 4 കിലോ ഇതിനകത്ത് വാങ്ങാം. ഇത് നിറമുറയല്ല, PVM അരിയാണ്. പിന്നെ ഈ കിറ്റും കൂടെ എടുക്കാം. അപ്പോൾ 2 കിറ്റായി. എന്ത് വാങ്ങിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പം ഞാൻ സഞ്ചിയും തൂക്കി റേഷൻ കടയിൽ പോവുകയാണ്. ഓക്കെ, ഹായ് ഗൈസ്, ഞാനിവിടെ മില്ലെത്തിയിട്ടുണ്ട്, നമ്മുടെ ഫ്ലവർ മിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ഫ്ലവർ മില്ലിൻ്റെ വഴി ഇതാണ്. അവിടെ ഒരു വീട്ടിലാണ് കേട്ടോ. എന്നിട്ട് നമ്മളെപ്പോലത്തെ ഒരു ബ്ലേക്ക്, എല്ലാ ബ്ലേക്കിൻ്റെ മുഖം ഒന്നില്ലേ അല്ല, എല്ലാ ബ്ലേക്കുകളുടെ മുഖം ഒരുപോലെയാണ്. അവരുടെ എല്ലാ അച്ഛനും ഒന്നാണ്. കറിവേപ്പില ഉണ്ടല്ലേ, വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ കട്ടിയെടുത്തോണ്ട് പോവാം. ഫ്ലവർ മില്ലിരിക്കുന്ന സ്ഥലം എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു സിറ്റിയാണെന്നൊന്നും പറഞ്ഞിട്ട് വേണ്ട, നല്ലൊരു നാടൻ അന്തരീക്ഷം. ഒരു അരിപ്പൊടിപ്പുണ്ടോ? ഉണ്ട്. ചേട്ടാ, അരി പൊടിക്കാം. നെല്ലിമരം കണ്ട അരി തൂക്കി നോക്ക്. ഗോതമ്പല്ല, അരി. ഓക്കെ. പുട്ടിനെ തെറ്റിപ്പോവാണ്. നമ്മളെ വീട്ടിൽ ഭക്ഷണം തെറ്റിപ്പോ. മുല്ലച്ചെടിയുണ്ട്. ഇത് നെല്ലിക്കയാണ്. പുളിയല്ല, നെല്ലിക്ക. പുളിയല്ല, നെല്ലിക്ക, നെല്ലിമരം. ഇതാണ് പുളി. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുട്ടിന് മാവ് കുഴക്കുകയല്ല, മാവ് പൊടിക്കുകയാണ്. ചേട്ടാ മുല്ലച്ചെടി. മുല്ലെടുക്കട്ടെ.
2 മുല്ല മുട്ടുകളേ ഉള്ളൂ. ആ അയ്യോ ചേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ചേട്ടനോടാണെങ്കിൽ ചോദിച്ചോ മുല്ലമുട്ട് 2-3 ബർസ് ഇട്ട്. അപ്പൂപ്പനാന്ന് ട്രിവാൻഡ്രം സ്ലാങ് ആണ് വെച്ചത് ഏട്ടാ. ശ്രീവാൻഡ്രം സ്ലാങ് ആണോ അപ്പൂപ്പന്ന് വിളിച്ച്? അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് അപ്പൂപ്പ മുത്തച്ഛന്മാരെയാണ് അപ്പൂപ്പന്ന്. അങ്കിൾ അയ്യ മോശമില്ല. എൻ്റെ മോളെയും കൊണ്ട് ഒരിടത്ത് പോകാൻ നിവർത്തില്ല ഗെയ്സ്. അവളെല്ലാം ട്രിവാൻഡ്രം സ്ലാങ് പറഞ്ഞ് നാറ്റിക്കും. അപ്പൂപ്പനെന്ന് പിന്നെ അങ്കിൾ. എനിക്ക് വയ്യ. നമ്മളെ ഓരോ നാട്ടിൽ പോകുമ്പോൾ ഓരോ കൾച്ചറാണ്. അത് നമ്മൾ കീപ്പ് ചെയ്യണം. നിങ്ങളുണ്ടല്ലോ അത് മോശമാണ്. മുല്ലമുട്ട് കണ്ട പെണ്ണുങ്ങളില്ലാത്ത അതിൻ്റെ ഒരു കൊപ്രാളം നോക്കും മുല്ലമുട്ടിന് വേണ്ടി. വേണ്ട അവിടെ നിൽപ്പുണ്ട് കേട്ടോ. നോക്ക് കുറച്ച് അവിടേക്ക് നിൽക്കുന്നു. അവിടെ ഇറങ്ങി പറിക്കും. മില്ലില് ഭയങ്കരമായിട്ട് ഈ ചീര അറിയാവോ? ഈ ചീരയാണ് നമ്മളെ പച്ചച്ചീര. പൊടിച്ച് തീരാറായി. വേഗം ആട്ടെ, പറിച്ചിട്ട് പോവാ. സ്പീഡ് കുറവാണ്. പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് പറയുന്നത് ഓടി സ്ക്വാഡ് എന്ന് പറയുന്നത്. ശരി ആണ്, മാങ്ങയല്ല ഓടി സ്ക്വാഡ് എന്ന് പറയുന്നത്. സ്പീഡ് അപ്പിൽ ചെയ്തിട്ട് വരിക. 1982 പഴയകാല ഓർമ്മകൾ. മുല്ലപ്പൂച്ച. പോകറ്റിട്ടോ. ഞാൻ ട്രിവാൻഡ്രത്തിന് സ്ലാങ് ആയതുകൊണ്ട് അങ്ങനെ വിളിക്കാം. സോറി അങ്കിളിന്ന് വിളിക്കാം. തിരുവനന്തപുരത്ത് ഇങ്ങനെ അപ്പൂപ്പാന്ന് വിളിക്കാം. ഓക്കെ നിൽക്കുന്നില്ല. അതിനകത്ത് റേഷൻ കടയിൽ പോകണം. അതാണ് കൈ കൊടുത്താൽ മതി. ഇത് റേഷൻ കടയിൽ പോകാനുള്ളതാണ്. റേഷൻ കടയിൽ പോകണം. ഇതാണ് കൈ കൊടുത്താൽ മതി. എത്ര? 30 രൂപ. എവിടെ താമസിക്കണോ നിങ്ങൾ? ഞങ്ങൾ ചർച്ചിൻ്റെ അവിടെ കപ്പോള. അത് ചേട്ടാ ഗൂഗിൾ പേ ചെയ്താൽ മതിയാ? കുഴപ്പമില്ല. റേഷൻ കടയിൽ കവർ മതിയാ? ഇതിടാൻ കൊണ്ടുപോ. റേഷൻ കട. റേഷൻ
വെച്ചിട്ട് പോകാനാ ഒരു പോക്കില്ല. ഇത് അടുത്ത മഴ പിന്നെയും വരുന്നുണ്ട് കണ്ട ആകാശത്ത്. നീലാകാശം. കല്ലെന്തിനാന്നറിയാം, ഒരു കുഞ്ഞ് ഹിന്ദിക്കാരൻ കള്ള് കുടിച്ചിട്ട് നമ്മൾ രണ്ടുപേരും പിറകെ വന്നു. അപ്പം നമ്മൾ കല്ലെടുത്ത് വെച്ച് ഇങ്ങനെ നടക്കുകയാണ് അവനെ ഇടിക്കാൻ. പാതി വഴിയിൽ വെച്ച് എൻ്റെ കയ്യിൽ കല്ലിരുന്നുകൊണ്ട് അവൻ പൊക്കളഞ്ഞ്. അല്ലേ അതുവരെ കുറേ ദൂരം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പിറകെ വന്നായിരുന്നു. കള്ള് നല്ലോണം കുടിച്ചിട്ടുണ്ട്. കഞ്ചാവാണോ ഡ്രഗ്സാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ കല്ല് കണ്ടപ്പം അവന് ബോധമായി. ഇടിക്കുന്നു. ഞാൻ ആട് തോമ്മയാവുമായിരുന്നു. ഈ ഷർട്ടിൽ കെട്ടി അടിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു പരിപാടി. അപ്പോൾ ഞാൻ ഇനി അടുത്ത് അങ്ങോട്ടെങ്ങാനും പോകുമ്പോൾ ഇവിടെ വഴിയിലിട്ടിട്ട് പോയി ഞാൻ മില്ലിൽ പോയപ്പോൾ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവനെങ്ങാനും കണ്ടാലോ, അതുകൊണ്ട് ഞാൻ തിരിച്ചും അതുപോലെ കൊണ്ടുപോവുകയാണ്. ബീഡിയുടെ സ്മെല്ലേ. കാമവന്മാരവിടെ ഇരുന്നുകൊണ്ട് ബീഡി വലിക്കുക. ബീഡി ഭയങ്കര സ്മെല്ല. നീ കല്ല് ചമക്കണോ? ഇനി സെൻട്രൽ റോഡായി. അപ്പം ഇനി ചമക്കേണ്ട കാര്യമില്ല. കണ്ടാ വണ്ടിയൊക്കെ ഓടുന്ന റോഡായി. ഇനി അവൻ വന്നാൽ നമ്മളുടെ അടുത്ത് ആൾക്കാർക്ക് പെരുമാറും കൊടുത്താൽ മീനൊക്കെ വാങ്ങിയല്ലോ. എപ്പോഴും മീൻ വാങ്ങിക്കാൻ ഞാൻ അമ്പാനീര ആരുമല്ല. ഓക്കേ. കൂട്ടിക്കൊണ്ടുപോകാൻ ആളെ അന്വേഷിച്ച് നോക്കുകയാണ് എൻ്റെ അമ്മ. അവളതാ നടന്ന് വരുന്നുണ്ട്. അപ്പോൾ സാധനമൊക്കെ മേടിച്ച് ഞാൻ വെച്ചേക്കുക. സാധനം എന്താ ഉണ്ടായിരുന്നത്? അത് 3 കിലോ വെള്ളയരിയും 2 കിലോ പച്ചരിയും ആട്ടയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ATM കാർഡിൽ ATMിൽ പോയിട്ട് പൈസ എടുക്കണം. കാരണം ഇന്ന് വാടക കൊടുക്കേണ്ട ഡേറ്റാണ്. അപ്പോൾ അതിന് ATMിന് പൈസ എടുത്തിട്ട് കൊടുക്കണം. അവർക്ക് ഗൂഗിൾ പേയുടെ അയൽക്കാരൊന്നുമില്ല. അപ്പോൾ പോക്കറ്റിൽ പൈസ ഇരിക്കുന്നു. ഞാനിവിടെ ഇപ്പോൾ സമയം ഇവിടെ 6:45. ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 രൂപയ്ക്ക് വെറ്റിലയൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? വയറ് ശുദ്ധീകരിക്കാൻ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ചെയ്ത് ബ്ലഡിലുള്ള എന്തെങ്കിലുമുള്ള കൊഴുപ്പൊക്കെ മാറിക്കിട്ടാൻ വെറ്റില നല്ലതാണ്. വെറ്റില ജ്യൂസ് അടിച്ച് ഒലിവ് ഓയിൽ കലക്കി കുടിക്കും. ഞാനത് ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ കുടിക്കുന്നതാണ്. അതിനാണ് ഈ വെറ്റില വാങ്ങിക്കുന്നത്. ഇവിടെ എറണാകുളത്ത് വെറ്റില കിട്ടാൻ പാടാണ്. ഒരു കടയിലേ കിട്ടത്തുള്ളൂ. അവിടെ പോയി മേടിച്ചിട്ട് വരികയാണ്. അപ്പം എൻ്റെ വൈകുന്നേരത്തുള്ള ബാക്കി കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പർച്ചേസിങ് റേഷൻ കട, അരിപൊടിപ്പ്. ഇനി വീട്ടിൽ പോയിട്ട് പണിയുണ്ട്. കാരണം ആ മാവിനെ ചൂടാക്കി വെക്കണം. അതാണ് ഇനി അടുത്ത പണി. കണ്ട ഈ പോസ്റ്റിൻ്റെ വെട്ടത്തിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ട
പിന്നെ ഞാൻ ലൈറ്റിൻ്റെ വെട്ടത്തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. എത്രയായി? പിന്നെ ഒരു 1/2 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഓക്കെ, ATM-ൽ കാശെടുക്കാൻ പോയതുകൊണ്ടാണ്, പിന്നെ ഈ വെറ്റിലയും വാങ്ങാൻ പോയതുകൊണ്ടാണ് വൈകിയത്. അല്ലെങ്കിൽ വീട്ടിലെത്തി തന്നെ. ഓക്കെ ഗൈസ്, ഒരു ലെമൺ ജ്യൂസ് അടിച്ച് കുടിച്ചാലോ? നെഞ്ച് രചിച്ചില്ല. നെഞ്ച് രചിച്ച് ഗ്യാസായിരിക്കും. നമുക്കൊരു ലെമൺ ജ്യൂസ് കുടിക്കാവുന്നതാണ്. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഈ കോപ്പ എന്താ, സ്റ്റീൽ കോപ്പ തമിഴന്മാരുടെ വീട്ടിൽ കണ്ടാൽ ഞാൻ വാങ്ങിച്ചു വെച്ച് എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഇതിനായിട്ട് ഇനി ഉപ്പിടാം. എനിക്ക് പഞ്ചസാര ഇഷ്ടമല്ല. പഞ്ചസാര കൺട്രോൾ ചെയ്തിപ്പം പഞ്ചസാര ഇഷ്ടമല്ല. അപ്പൊ ഇതിനായിട്ട് ഇനി ഉപ്പ് ആഡ് ചെയ്യാം. ഇത്ര ഉപ്പാണ് നമ്മൾ ഇടുന്നത്. ഇതിലേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്, അല്ലെങ്കിൽ പണിയുണ്ട് പ്ലീസ്. അരി വറുക്കാൻ വേണ്ടി ഇങ്ങനെ ഹലോ അത്ര ഉപ്പില്ല, കുറവാണ്. പണിയുണ്ട്. കുളിച്ചിട്ടില്ല, എല്ലാം കഴിഞ്ഞിട്ടുകൊണ്ട് ഇനി കുളിക്കാൻ. ഇതിലാണ് നമ്മൾ മാവ് വറുക്കുന്നത്. കിണ്ടുക ഉണ്ടല്ലോ, നല്ല ഫ്രഷ് ആയിരിപ്പുണ്ട്. ഇവിടെ പല്ലിയുടെ ശല്യങ്ങളൊന്നുമില്ല. അതിനൊക്കെ ഞാൻ ഓടിച്ചു. എന്നാലും കുറച്ച് ബ്ലാക്ക് ടീ ആണെന്ന് തോന്നുന്നു. ഭയങ്കര കശപിച്ചൊക്കെ. നമ്മുടെ അരിമാവ് എടുത്തിട്ട് വരാം. ഇതാണ് നമ്മുടെ അരിമാവ്. ഓക്കെ, ഇതിലോട്ട് നനയാൻ പാടില്ല മീൻസ്, നനയാൻ ശരിയാവില്ല. ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. 3 പ്രാവശ്യമായിട്ട് ചെറിയ തീയിൽ വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, കട്ടയായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ ചെറിയ തീയിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ന്യൂസ് പേപ്പർ, ഒന്നല്ല 2-3 ന്യൂസ് പേപ്പർ തറയിൽ വിരിച്ചിട്ട് ഉണക്കണമെന്ന് പറഞ്ഞാൽ ഈ ചൂട് മാറ്റണം. ചൂട് മാറ്റിയിട്ട് നമ്മൾ പാത്രത്തിൽ തട്ടിക്കണം. ഓക്കെ, അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മളിവിടെ അരിമാവ് ഒരു പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മളിങ്ങനെ കുറേശ്ശെ കിണ്ടിയെടുക്കുക. ഓക്കെ, ഇനി അടുത്തത്. അപ്പം നമ്മൾ രണ്ടാമത്തെ മാവും കിണ്ടിക്കൊണ്ടിരിക്കുന്നത് ശരിയായി. പിന്നെ വേറെ പൊന്നിയാ ഗൈസ്.
ഒരുപാട് നീയല്ലേ? എത്ര ദിവസം ചപ്പാത്തി പട്ടിണി കിടന്നിട്ടാണെന്നറിയാം ഈ ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയുണ്ട്, ഒന്നായില്ല പരിപാടി, ഇനിയുണ്ട്, ഒന്നായിട്ടില്ല. പ്രാക്ടീസ്, വെയിറ്റ് എടുക്കുക, തൂക്കുക ഒക്കെ ഉണ്ട് പരിപാടി. കുറേ ഷേപ്പ് പിടിച്ചിട്ടുണ്ട്. ഈ ബെല്ലി ഫാറ്റ് ഇങ്ങനെയാണ് കുറച്ചെടുക്കണം, ചാടമായെടുക്കുക. ഓക്കെ. ചില്ലചാലക്കത്തിനപ്പുറം മിന്നിലാപ്പുടൻ തുളുമ്പിയ മഞ്ഞ മഞ്ഞരാത്രി മഴയ മഞ്ചതാരം പൊഴിഞ്ഞുവാ പാടയാൻ കുതിച്ച് വീണറിഞ്ഞ വീണറിഞ്ഞോ ചില്ലത്തിനപ്പുറം എന്നെ മറന്നു വീഴണേ തുഷാരമോ പരാഗമോ ഒഴിഞ്ഞൊരു കൺപടം, തുഷാരമോ പരാഗമോ വിരിഞ്ഞൊരു മൽക്കുടം. ചാലക്കത്തിനപ്പുറം എൻ്റെ മാവ് വരുകയാണ്. നമ്മൾ രണ്ടാമത്തത് ഇവിടെ വേറൊരു സ്ഥലത്ത് ശരിയാക്കിക്കൊണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടിയുണ്ട്. ഇതൊരു 3 കിലോ ഉണ്ട്. അത് കുറച്ച് ടൈം എടുക്കും. ഡാൻസ് കളിക്കുന്ന സമയത്ത് ചക്കാനൊന്ന് അടിപ്പിടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ വിടില്ല. ബ്ലാക്കിക്ക് ചോറെടുക്കുവാണ്. ഇവൻ ശല്യമാണ്, ഭയങ്കര ശല്യം. ഈ മെയിൻ ചാറ് കൂടി അതൊന്ന് കൊടുക്കാൻ കേട്ടോ. അപ്പൊ അത് എത്ര കൊടുക്കാൻ ഇവനെ കൊണ്ട് തോറ്റി ചെറിയ കുഞ്ഞു ചാളെ കൊടുക്കാൻ വിചാരിച്ചു. ഓക്കെ, ശരി ശരി ശരി, വാ 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 വാ. അപ്പൊ മൂന്നാമത്തതും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു പൊളിയൊക്കെ പേർച്ചാക്കി സിഗ്മയിട്ട് കിടന്നു ഉറങ്ങാൻ. ഓക്കെ, അപ്പോൾ ഫിനിഷിംഗ് ആയിട്ട് സിസ്റ്റൊക്കെ തുറന്നു ഗൈസ്. ഫിനിഷിംഗ് ആയിട്ട് ഓക്കെ, ഗുഡ് നൈറ്റ്. നമ്മളെ ഈ ബക്കറ്റിൽ നമ്മളത് തട്ടി വയ്ക്കുന്നതാണ്. ഓക്കെ, ചൂട് മാറിയെന്ന് പ്രതീക്ഷിക്കണം. കുറച്ച് മാറി. ഓക്കെ, one more please. പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതും കൂടെ കിണ്ടി നോക്കണം. കണ്ടോ, വെളിയുറുത്തു ഞാൻ.